ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. വെള്ളറട പന്നിമലയിൽ 150 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവുമായി എത്തിയ 2 പേരെയാണ് അതിസാഹസികമായി വെള്ളറട പോലീസും ഡാൻസോ സംഘവും പന്നിമലയിൽ വെച്ച് പിടികൂടിയത്. തഞ്ചാവൂർ സ്വദേശി നിയാസ്, കൊല്ലം കടക്കൽ സ്വദേശിയായ ഷമീർ ഖാൻ എന്നിവരെയാണ് 3 കിലോമീറ്റർ പിന്തുടർന്ന പന്നിമല ഇടറോഡിലൂടെ പോകാൻ ശ്രമിച്ച ഇവർ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ 2 പേരെയും വെള്ളറട പോലീസും ഡാൻസോ സംഘവും പിടികൂടിയത്. കൊല്ലം ജില്ലയിലും വെഞ്ഞാറമൂട് മേഖലയിലും കഞ്ചാവ് ലോബികൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. വെഞ്ഞാറമൂട് മേഖലകളിൽ എത്തിക്കുന്ന കഞ്ചാവ് അവിടെ നിന്നും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഏജന്റുമാർക്ക് കൈമാറി വിൽപ്പന നടത്തുന്നതിനാണ് പതിവെന്നും ഇവർ സമ്മതിച്ചു. കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഇനോവ കാറിന്റെ താക്കോൽ രക്ഷപ്പെടുന്നതിനിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ എറിയുകയായിരുന്നു. തുടർന്ന് പോലീസ് മെക്കാനിക്കിനെ കൊണ്ടുവന്നാണ് കാർ തുറന്ന് കഞ്ചാവ് പുറത്തെടുത്തത്. ഇവർ കഞ്ചാവുമായി വരുന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിലയുറപ്പിച്ചെങ്കിലും മാർത്താണ്ഡം എത്തിയതോടെ ഇവർ കന്യാകുമാരി നെടുമങ്ങാട് മലയോര റോഡ് മാർഗം തിരയുകയായിരുന്നു. എന്നാൽ അവിടെയും ഡാൻസോ സംഘം പിന്തുടരുകയായിരുന്നു. കഞ്ചാവുമായി എത്തിയവർ വെള്ളറട പന്നിമലയിൽ റോഡ് മാറി കയറിയതോടെ ഇവർ വലയിലായി. സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിലായിരുന്നു പിന്തുടർന്ന് പിടികൂടിയതും. സിനിമയെ വെല്ലുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ 2 പേരെയും പോലീസ് സംഘവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. GTV ന്യൂസ്, പാറശാല.